ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ മോർണിംഗ് എണീറ്റ് പഠിക്കാനൊക്കെ ഇരുന്ന് പഠിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ഡോറ് ജസ്റ്റ് തുറന്നതാണ്. അപ്പോൾ നല്ലോണം സ്നോ വീണ്. പക്ഷെ ഇന്നത്തെ സ്നോ നല്ല പൊടി സ്നോ, നമുക്ക് കാണുമ്പോൾ ഉപ്പ് പോലെ ഉണ്ട്. ഞാൻ കയ്യിലെടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം സ്നോ എങ്ങനെ ഉണ്ട്. ഇനി ഉണ്ടല്ലേ, നല്ല പൊടിയാ. അപ്പോൾ അങ്ങനെ സ്നോ വീണാൽ ഞാൻ പുറത്തിറങ്ങും. എനിക്ക് സ്നോ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ആപ്പിളിൻ്റെ തോട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ട്രീ ഒക്കെ ഇലയൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. തണുപ്പല്ലേ, തണുപ്പ് കാലത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മല്ലിയില തോട്ടമുണ്ട്. ഞാൻ മല്ലിയില തോട്ടം കാണിച്ചു തരാം. അവിടെ ഒരു ആടുണ്ടായിരുന്നു. എനിക്ക് ആടിനെ പേടിയാണ്. അത് അവളുടെ ഫേസിലേക്ക് നോക്കി നിൽക്കും. മല്ലിയില തോട്ടം കാണിച്ചു തരാം നിങ്ങൾക്ക്. സ്നോ വീണോണ്ടിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ മല്ലിയില തോട്ടം. അത് മല്ലിയിലാരും നമുക്ക് വലിച്ചു തരലുണ്ട്. അതുകൊണ്ട് എനിക്കിന്ന് ക്ലാസ്സില്ല, അതുകൊണ്ട് നല്ല സുഖം. എൻ്റെ കാറ്റ് വീശുമ്പോൾ ഇതിൻ്റെ മേലെയുള്ള സ്നോ ഒക്കെ നമ്മുടെ ഫേസിലേക്ക് വീഴും. നല്ല രസമുണ്ട്. ഞാൻ ഫുള്ള് സ്നോ ആയി. ഞാൻ കയ്യിൽ ഗ്ലൗ ഒന്നും ഇട്ടിട്ടില്ല, വീട്ടിൻ്റെ ഫ്രണ്ടിലല്ലേ പറഞ്ഞിട്ട്. സ്നോ വീഴുമ്പോൾ അത്ര തണുപ്പുണ്ടാവില്ല. തണുപ്പുണ്ടാവും, പക്ഷെ എനിക്ക് പറ്റുന്നൊരു തണുപ്പാണ്. പുറത്തുനിന്ന് വലിയ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നാൽ അവർക്കൊക്കെ നല്ല തണുപ്പ് പറ്റില്ല. പക്ഷെ എനിക്കിത് പറ്റുന്നുണ്ട്. സ്നോ വീഴുന്നത് കാണണ്ടോന്ന് അറിയില്ല. നൈസായിട്ടുള്ള സ്നോ. സോറി ഗൈസ്, നമ്മളുടെ അവിടെ കോഴിയുണ്ട്. നല്ലോണം സ്നോ വീഴുന്നുണ്ട്. അതിൻ്റെ മേലെ കാറ്റ് വീശുമ്പോൾ എൻ്റെ മുഖത്തേക്കാണ് വീഴുന്നത്. എൻ്റെ ഡ്രസ്സൊക്കെ ഫുള്ള് സ്നോ ആണ്. എൻ്റെ ഹെയറിലെ മേലെ തൊപ്പിൻ്റെ മേലൊക്കെ സ്നോ ആണ്. പക്ഷെ അടിപൊളി. കുറച്ചധികം കൂടെ നമുക്ക് സ്നോ കൊള്ളാം. നല്ല തണുപ്പുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും തോന്നുന്നില്ല. വേണ്ടില്ലേ, കൈയൊക്കെ നല്ല റെഡ് കളറായി. തണുപ്പുണ്ടെങ്കിലും സ്നോ എപ്പോഴെങ്കിലും വീഴുള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്നോയിൽ തന്നെ കളിക്കാം. നല്ലോണം വീഴുന്നുണ്ട് സ്നോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് സ്നോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് ഇയർ വന്നപ്പോഴാണ് അത്ര സ്നോ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ നല്ലോണം സ്നോ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം സ്നോ കുറവാണ്. ഫെബ്രുവരിയിലൊക്കെ ആവാറാകുമ്പോഴാണ് സ്നോ വീഴുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഡിസംബർ ഒരു 12 ആയപ്പോൾ തന്നെ സ്നോ വീണിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ വർഷം സ്നോ വീഴില്ല എന്നുള്ളൊരു ഇതിൽ തന്നെ ഇരിക്കുമായിരുന്നു. പെട്ടെന്നാണ് വെതറിൽ സ്നോ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി സ്നോ വീഴുകയാണ്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ സ്നോയാണ് ഇവിടെ. അന്നത്തെ സ്നോ പോവാറാകുമ്പോഴേക്കും അടുത്ത സ്നോ വീണ്. നല്ലോണം സ്നോ വീഴുന്നുണ്ട്. അല്ലോ, എൻ്റെ കണ്ണ്, എൻ്റെ കൈ, എൻ്റെ ഡ്രസ്സിലൊക്കെ ഫുള്ള് സ്നോ ആണ്. ഈ കോഴി എന്ന് ഞാൻ സംസാരിക്കുമ്പോഴും നിലവിളിക്കും. എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു അതേപോലെ സെയിം കോഴി. ഞാൻ എപ്പോൾ സംസാരിച്ച് നമ്മൾ കോൾ വിളിക്കുകയാണെങ്കിൽ അപ്പോൾ നിലവിളിക്കും. ഇനി ഞാൻ സ്നോ കണ്ടാൽ ചിലപ്പോൾ ഞാൻ പനി പിടിച്ച് കിടക്കും. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ പോട്ടെ, നല്ല തണുപ്പാണ്. എൻ്റെ കണ്ണിലൊക്കെ ഫുള്ള് സ്നോ. എൻ്റെ മൂക്കൊക്കെ ചോക്കാൻ തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് സ്നോ, കാരണം ഒരു 3-4 മണിക്കൂർ സ്നോ കാണിക്കുന്നുണ്ട്. എന്തായാലും നിർത്താതെ വീഴും. ഞാൻ ഉള്ളിൽ പോട്ടെ. ഇവിടെയൊക്കെ സ്നോ ഫുള്ളായി. എൻ്റെ ബാക്ക് കണ്ടില്ല, ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവില്ലേ, നിറയെ സ്നോ ഉണ്ട്. ഉള്ളിൽ പോട്ടെ. ഞാൻ നേരത്തെ കാണിച്ച സ്നോനൊരു ഷേപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു സ്നോയ്ക്ക് ഒരു ഷേപ്പ് ഉണ്ട്, കണ്ടില്ലേ? നമ്മൾ സ്നോ വീഴുന്ന സ്നോ നമ്മൾ ഈ മൊജിയിലൊക്കെ കാണൂലേ, അതിൻ്റെ സെയിം ഷേപ്പ് നമുക്കതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ
ഹലോ. അപ്പോൾ ഞാൻ ഇൻട്രോ രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇന്ന് വീണ്ടും ഇവിടെ സ്നോ വീണിരിക്കുകയാണ്. ക്ലാസ് ടൈമിൽ ഇങ്ങനെ സ്നോത്ത് ക്ലാസ്സിന് ഓരോ നല്ല റിസ്ക്കാണ്. നല്ലോണം സ്നോ വീഴുന്നുണ്ട്, നല്ല സ്നോ വീഴുന്നുണ്ട്. ഇവിടെയൊക്കെ നിലമൊക്കെ ഫുള്ള്, റോഡൊക്കെ ഫുള്ള് സ്നോ ആണെങ്കിൽ അത്രയും സ്നോ വീണുണ്ടോ. ചെറിയ കുട്ടികൾ വരെ ക്ലാസ്സിന് പോകുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ കുട്ടി വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ട്. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല തണുപ്പ്, എനിക്ക് പറ്റുന്നൊരു തണുപ്പാണ്. ഞാൻ കാണിച്ചു തരാം കുട്ടീനെ. ഈ തണുപ്പത്തെ ക്ലാസ്സിന് പോകുന്ന ഈ കുട്ടി. അസ്സലാമു അലൈക്കും. നല്ലോണം സ്നോ പെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്നോ വീണുകൊണ്ടിരിക്കുക. എൻ്റെ ഷോളൊക്കെ ഫുള്ള്, ഡ്രസ്സൊക്കെ ഫുള്ള് സ്നോ ആണ്. ഈ സ്നോയ്ക്ക് ഒരു ഷേപ്പ് ഉണ്ടാവില്ലേ, ആ ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് ഇവിടെയൊക്കെ ഷേപ്പ് കാണാൻ പറ്റും നമുക്ക്. സ്നോയ്ക്കൊരു ഷേപ്പ് ഉണ്ട്. ഞാൻ ട്രൈപോഡ് കുറച്ച് പൊക്കി വെക്കാം. അപ്പോൾ ഈ തണുപ്പത്തെ ക്ലാസ്സിന് പോലെ നല്ല റിസ്ക്കാണ്. ഈ തണുപ്പത്തെ ക്ലാസ്സിന് പോലൊക്കെ നല്ല റിസ്ക്കാണ്. നിങ്ങളറിയണം ഞങ്ങളുടെ കഷ്ടപ്പാട്. രാവിലെ 8:30 ക്ലാസ്സിന് പോണ ആൾക്കാരുണ്ട് ഇവിടെ. അവർക്കൊക്കെ ഉച്ചയ്ക്ക് 1:30 വരെയും ക്ലാസ്സാണ്. ഈ തണുപ്പത്ത് ക്ലാസ്സിന് പോലൊക്കെ നല്ല റിസ്ക്കാണ്. റോഡൊക്കെ ഫുള്ള് സ്നോ ആണ്. എൻ്റെ ഐലാഷസും പിരികൊക്കെ ഫുള്ള് സ്നോ ആയി. ഈ ലോകത്ത് വേറെ ആരും ഉണ്ടായില്ല എന്നെ പോലെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്നെ നോക്കുന്നത്, എൻ്റെ കണ്ണ് നോക്ക്, പിരിക നോക്ക്. റൂമിക്ക് പോട്ടെ, എനിക്ക് പറ്റൂല, ഇനി എന്നെക്കൊണ്ട് പറ്റൂല. പോട്ടെ. എന്നെക്കൊണ്ട് പറ്റൂല. പക്ഷെ എന്നാലും ഞാൻ തരണം ചെയ്യും. കാരണം എനിക്ക് സ്നോ ഇഷ്ടമുള്ളതുകൊണ്ട്. ഹായ് ഹായ്. അസ്സലാമു അലൈക്കും. ഇസ്മിക് നിമ ഹബീബ്. പുറത്ത് ഉണക്കാവിട്ട തുണിയൊക്കെ നല്ല ഐസായി. പുറത്ത് നല്ല തണുപ്പ്. ഈ തണുപ്പത്ത് നല്ല ബിരിയാണിയും സലാഡും അച്ചാറും പൊളിക്കും. We can make snowman, okay? Muhammad, snowman. Okay, make. Make. Huh? Okay. Enough. Hi. Come. Snow. Hello. Hi guys. Happy birthday to you. Happy birthday to you. Hi. ഇവരെന്താ കാണിക്കുന്നേ? ഇപ്പോഴും സ്നോ വീഴുക. വൈകുന്നേരം ഈവനിങ് 5 മണിയായി. എന്നിട്ട് സ്നോ വീഴുക. ഞങ്ങളൊരു സ്നോമാൻ ഉണ്ടാക്കി. പക്ഷെ അതിന്
കണ്ണൊന്നും വെച്ചില്ല. നിങ്ങളൊരു സ്നോമാൻ ഉണ്ടാക്കി ഗൈസ്. അതിനൊരു ടൈയും മൂക്കില്ല വായില്ല, പക്ഷെ സ്നോമാൻ ഉണ്ടാക്കി. ഫോട്ടോ ഫോട്ടോ. Snowman. Muhammad. Yeah, sit here.